ഇന്ന് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഇയറിംഗ് ഉണ്ടാക്കാം അല്ലേ. അപ്പൊ ഇനി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഈ ഒരു സംഭവം അല്ലേ, ഇത് എന്താന്ന് മനസ്സിലായോ? ഇത് നമ്മൾ റിങ് കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യൂലേ ഒരു സംഭവം, ആ സംഭവമാണ് കേട്ടോ ഈ സംഭവം. അല്ല എന്താ മനസ്സിലായോ? അതാണ് ഇത്. അപ്പോൾ ആ ഒരു റിങ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിൽ എന്തായാലും ഒരു ഹോൾ ഉണ്ടായിരിക്കും. ഇനി മറ്റേ സൈഡും കൂടെ നമുക്ക് ആ ഒരു ഡിസൈൻ ആക്കി എടുക്കണം. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലുണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ഉണ്ടാക്കി എടുക്കാം. എൻ്റെ കയ്യിൽ ഇന്നലത്തെ നമ്മൾ ആ സൂര്യൻ പോലത്തെ സാധനം കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിനി, അത് വെച്ചിട്ട് ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ചുറ്റിൽ നമ്മൾ ഡ്രോപ്പ് ഷേപ്പുള്ള കുന്തൻ സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുത്ത് ഇത്രയപ്പോഴത്തേന് നമ്മളെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് സ്റ്റെഡും കൂടെ ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ ഷേപ്പിലും ഉണ്ടാക്കിയെടുത്ത്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ആ റിങ് വരുന്ന ഭാഗമല്ലേ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണമായിട്ട് തോന്നിയപ്പോൾ കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുത്ത്. ഇനി ഹാങ്ങിങ് ബീഡ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐപ്പിന്നും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിനെ, അതും കൂടെ ഗമ്മൊക്കെ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ സ്റ്റെഡിൻ്റെ മുകളിലും 2 ഐപ്പിന്നും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്ത്. ഇനി നമ്മൾ ഹാങ്ങിങ് ബീഡ്സും കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ പണി ഇവിടെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റെഡും മെയിൻ പോർഷനും കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പണി മൊത്തമായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ.